ആരംഭിക്കുന്നത് യുദ്ധത്തിന്റെ അണിനിരക്കലുകൾ വിവരിച്ചുകൊണ്ടല്ല, മറിച്ച് ഒരൊറ്റ വാക്കിൽ മനുഷ്യന്റെ വിനാശകരമായ വികാരത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. പുരാതന ഗ്രീക്കിലെ അതിന്റെ ആദ്യ വരി ഇങ്ങനെയാണ്: മേനിൻ ഐദേ തിയെ പെലേദോ ആക്കിലിയോസ്. ദേവി, പെലൂസിന്റെ പുത്രനായ അക്കീലീസിന്റെ ആ വന്യമായ ക്രോധത്തെക്കുറിച്ച് പാടിയാലും. ഹോമർ തന്റെ മഹാകാവ്യത്തിലെ ആദ്യത്തെ വാക്കായി തിരഞ്ഞെടുത്തത് മേനിൻ എന്ന പദമാണ്. സാധാരണ മനുഷ്യരുടെ ദേഷ്യത്തെ സൂചിപ്പിക്കാൻ ഗ്രീക്കിൽ ചോളോസ് അല്ലെങ്കിൽ കോഡോസ് എന്നൊക്കെയാണ് പറയുക. എന്നാൽ മേനിൻ എന്നത് ദൈവങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട കടുത്ത പ്രകൃതിക്ഷോഭം പോലുള്ള ക്രോധമാണ്. ഒരൊറ്റ മനുഷ്യന്റെ വാശി കാരണം ഒരു ജനത മുഴുവൻ കത്തിയെരിയാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ആദ്യത്തെ ഈ ഒരൊറ്റ വാക്ക്. 2 സഹസ്രാബ്ദക്കാലത്തോളം വിജ്ഞാന ലോകം ട്രോയിയെ വെറുമൊരു സാങ്കല്പിക കഥയായി തള്ളിക്കളഞ്ഞു. ഒരു ഭൂപ്രകൃതിയിലും നിലനിന്നിട്ടില്ലാത്ത വെറുമൊരു കവിയുടെ ഭാവന മാത്രമായി അവർ അതിനെ കരുതി. എന്നാൽ 1870 ഹെൻറിച്ച് ഷ്ലീമാൻ എന്ന ജർമ്മൻ വ്യാപാരി ദാർഡനൽസ് കടലിടുക്കിന്റെ തീരത്തുള്ള ഹിസാർലിക് എന്ന ചെറിയ മൺതിട്ടയിൽ തന്റെ മൺവെട്ടി ഇറക്കിയതോടെ ആ സങ്കല്പ കഥയിൽ നിന്ന് ചരിത്രം രക്തം വാർന്ന് പുറത്തു വരാൻ തുടങ്ങി. 5 മീറ്ററിലധികം കനമുള്ള ഭീമാകാരമായ ചുണ്ണാമ്പുകല്ല് മതിലുകളും ശത്രുക്കളുടെ ഉപരോധ ഗോപുരങ്ങളെ തകർക്കുന്ന ചരിഞ്ഞ പ്രതിരോധ ഭിത്തികളും നിറഞ്ഞ ഒരു പ്രഭാവശാലിയായ കോട്ടയായിരുന്നു ട്രോയ്. ട്രോയ് 7A എന്ന പാളി ഒരു ദാരുണമായ അന്ത്യത്തിന്റെ അടയാളങ്ങൾ പേർന്നു. തകർന്നു വീണ മതിലുകൾ, തെരുവുകളിൽ അടക്കം ചെയ്യാതെ കിടക്കുന്ന അസ്ഥികൂടങ്ങൾ, കളിമൺ ചുവരുകളിൽ തറഞ്ഞു നിൽക്കുന്ന അമ്പടയാളങ്ങൾ, കരിപുരണ്ട അഗ്നിബാധയുടെ തെളിവുകൾ. ഈ വിനാശം ഹോമർ പാടിയ ആ യുദ്ധം തന്നെയാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ പുരാവസ്തു ശാസ്ത്രജ്ഞന് കഴിയില്ലായിരിക്കാം. എന്നാൽ അതിനെ ഇനി വെറുമൊരു കെട്ടുകഥയായി തള്ളിക്കളയാനും ആർക്കും കഴിയില്ല. ഹിറ്റൈറ്റ് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ഹത്തുസയിൽ മധ്യ അനറ്റോളിയയിൽ നിന്ന് കണ്ടെടുത്ത കളിമൺ ഫലകങ്ങളിൽ അനറ്റോളിയയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള വിലൂസ എന്നൊരു രാജ്യത്തെക്കുറിച്ച് ആവർത്തിച്ച് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഭരിച്ചിരുന്ന ഒരു രാജാവിന്റെ പേര് അലക്സാണ്ടോ എന്നായിരുന്നു. വിലൂസ ഇലൂസിയായി, അത് ഇലിയമായി. അലക്സാണ്ടോ പാരീസ് തന്നെയാണ് എന്ന് ഹോമർ പറയുന്നു. ഈജിയൻ കടലിനെയും കരിങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ദാർഡനൽസ് കടലിടുക്കിലായിരുന്നു ട്രോയ് സ്ഥിതി ചെയ്തിരുന്നത്. അന്നത്തെ കപ്പലുകൾക്ക് പ്രതികൂല കാറ്റ് കാരണം ഇവിടെ ദിവസങ്ങളോളം നങ്കൂരമിട്ട് കിടക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആ തീരം നിയന്ത്രിച്ചിരുന്ന ട്രോയ്ക്ക് ഈ വഴി കടന്നുപോയ ധാന്യങ്ങൾ, ലോഹങ്ങൾ, അടിമകൾ എന്നിവയുടെ ആഗോള വ്യാപാരത്തിന്മേൽ പൂർണ്ണമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പാശ്ചാത്യ സാഹിത്യത്തിന്റെ ആണിക്കല്ലാണ് ഇലിയഡ്. കവിതയുടെയും നാടകത്തിന്റെയും സകല തന്ത്രങ്ങളും ഹോമർ ഈ ഒരൊറ്റ കൃതിയിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. ഒരു വശത്ത് പണ്ട് ഗ്രീക്കുകാർ തകർത്ത നഗരത്തെ സ്വന്തം ചോരയും നീരുമൊഴുക്കി വീണ്ടെടുത്ത് തന്റെ 50 പുത്രന്മാരുടെ തണലിൽ യുദ്ധത്തെ പ്രതിരോധിക്കുന്ന വൃദ്ധനായ പ്രിയ, മറുവശത്ത് സ്വന്തം മകളായ ഇഫിജീനിയെ ആർട്ടെമിസ് ദേവിക്ക് മുന്നിൽ ബലി നൽകി. സ്വന്തം ചോര കൊടുത്തു വാങ്ങിയ യുദ്ധമായിരുന്നു അഗമനണിന് ട്രോജൻ യുദ്ധം. കിഴക്കന്റെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുക്കാൻ 1000 കറുത്ത കപ്പലുകളുമായി ഒരു പെണ്ണിന്റെ കെട്ടുകഥയുടെ പതാകയാകാം അവരെ നയിച്ചത്. ദേവന്മാർ തങ്ങളുടെ ചതുരംഗ പലകയിൽ കരുക്കൾ നീക്കി തുടങ്ങി. വരാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ പ്രകമ്പനമെന്നോണം ഭൂമി കാൽ കീഴിൽ കുലുങ്ങി. കടൽ ദൈവമായ പൊസൈഡന്റെ അദൃശ്യമായ ചാട്ടവാറടികൾ കോട്ടമതിലുകളിൽ വന്ന് പതിച്ചുകൊണ്ടേയിരുന്നു. പ്രണയത്തിന്റെ പേരിൽ എഴുതപ്പെട്ട, എന്നാൽ യഥാർത്ഥത്തിൽ അധികാരത്തിന്റെയും നികുതി പണത്തിന്റെയും പേരിലുള്ള ആ ഭീകരമായ യുദ്ധത്തിന് അരങ്ങുണരുകയാണ്.